ഗലാത്യലേഖനം 4 അധ്യായത്തിലെ 7 തിരുവചനം തുറന്നു തരുന്ന നിധി. അങ്ങനെ നാം ഇനിയും ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. യേശു ഏകരക്ഷകനെന്ന് വിശ്വസിക്കുന്ന മാമോദീസയേറ്റ വിശ്വാസി ഇനിയും പാപത്തിൻ്റെയോ ന്യായപ്രമാണത്തിൻ്റെയോ ജാതികളുടെ നിയമങ്ങളുടെയോ ദാസനോ അടിമയോ അല്ല. അവർ ഇനിയും പുത്രരത്രേ. ഈ പദവിയിലൂടെ ലഭിക്കുന്നത് സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനവും എപ്പോഴുമുള്ള തിരുസാന്നിധ്യവും നിത്യജീവൻ്റെ അവകാശവുമാണ്. അങ്ങനെ നാം ദൈവരാജ്യത്തിൻ്റെ അവകാശിയും പുത്രൻ്റെ രാജ്യത്തിലെ രാജകുമാരനും ആയിത്തീരുന്നു. അതായത് പിതാവിൽ നിന്നും പുത്രന് ലഭിച്ച അവകാശം പുത്രത്വം പ്രാപിച്ച ആ കുലത്തിലേക്ക് ചേർക്കപ്പെട്ട നമ്മിലേക്കും പകരപ്പെടുകയാണ്. അത് ദൈവത്തിൻ്റെ അതിരുകളില്ലാത്ത സ്നേഹമാണ്. മുടിയനായ പുത്രന് പിതാവ് നൽകിയ സ്നേഹം അതിന് ഉദാഹരണമാണ്. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ഫലങ്ങളും അനുഭവിക്കുവാനുള്ള യോഗ്യതയാണിത്. ആ കാര്യസ്ഥൻ്റെ നായകത്വം ലഭിക്കുന്നതാണിത്. ആദാമിൽ മുറിഞ്ഞുപോയ സൃഷ്ടിയുടെ പിതാവുമായുള്ള ബന്ധത്തിൻ്റെ പുനഃസ്ഥാപനമാണിത്. ഇനി കർത്താവാണ് നമ്മുടെ രാജാവ്. ഈ ലോകത്തിലെ ഒരു രാജാവോ ഭരണാധികാരികളോ കരുതുന്നതിലും ഏറ്റവും ശ്രേഷ്ഠമായി അവിടുന്ന് നമ്മെ കരുതും. അവർക്ക് സാധിക്കാത്തതും നൽകിത്തരുവാൻ ശക്തനാണവൻ. അവിടുന്ന് നമ്മെ നേർപാതയിൽ നയിക്കും. ശത്രുവാകുന്ന സാത്താൻ തൊടാതെ നമ്മെ കാത്തു സൂക്ഷിക്കും. ദൈവത്തിൻ്റെ മാലാഖമാർ വിശുദ്ധിയിൽ വളരുന്ന നമ്മുടെ ഇടത്തും വലത്തും കാവൽ നിൽക്കും. നാം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടും. നാം ഇനിയും ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട ആവശ്യമില്ല. അവിടുന്ന് ഏറ്റവും ശ്രേഷ്ഠമായി നമ്മെ പുലർത്തുമെന്ന് വിശുദ്ധ മത്തായി 6:25 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.